ഇന്നിവിടെ ഒരു തകർപ്പൻ ക്രിക്കറ്റ് മാച്ചാണ് നടക്കാൻ പോകുന്നത്. ബാറ്റിംഗ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം പോപ്പട്ടാണ്. കൂടാതെ എല്ലാ ഫീൽഡേഴ്സും അവരവരുടെ സ്ഥാനത്ത് തന്നെ നിൽപ്പുണ്ട്. അനിത ബോൾ ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. കൂടാതെ റണ്ണപ്പ് തുടങ്ങിയിരിക്കുന്നു. വരുന്ന ബോൾ 6 അടിക്കാൻ പോപ്പട്ട് റെഡി ആയി കഴിഞ്ഞു. പക്ഷെ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ബോൾ വായുവിൽ തന്നെയാണ്. മാത്രമല്ല ബോൾ വന്ന നേരെ സ്റ്റമ്പിൽ തട്ടി പോപ്പട്ട് എല്ലാവരും അന്താളിച്ച് നിൽക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? അല്ല ഹണി, നീ ഇതെങ്ങനെയാണ് സാധിച്ചെടുത്തത്? എനിക്കറിയില്ല. അയ്യോ, എന്തായത്? കന്നാ സാറേ, കുഴപ്പമൊന്നുമില്ലല്ലോ. അയ്യോ എന്റെ പിള്ളേരെ, ക്രിക്കറ്റ് കളിക്കാൻ എനിക്ക് വളരെയേറെ ഇഷ്ടമാണ്. എന്റെ അമ്മോ, എന്തൊരു ഇരുട്ട്. ഞാനിപ്പോ എവിടെയാണ്? സാർ എവിടെ പോയി? പെണ്ണി, നിനക്ക് കോളടിച്ചല്ലോ. ദേ നിന്റെ പൊക്കം കൂടി. അയ്യോ, ഇതെന്താ സംഭവിക്കുന്നേ? എന്റെ അമ്മേ, നീ ആരാ? ഞാനാണ് മൂഷിക് മഹേന്ദ്ര കുമാർ. ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചില്ലല്ലോ അല്ലേ? കൂട്ടുകാരെ, നമുക്ക് വീണ്ടും കാണാം. ഇവൻ ഈ വഴി പോകുമായിരുന്നാ എനിക്ക് തോന്നുന്നേ. നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇപ്പോൾ കിട്ടിയ ഞെട്ടിത്തെറിപ്പിക്കുന്ന ചൂടുള്ള വാർത്ത. നഗരത്തിൽ പലയിടത്തും കുഴികൾ കാണപ്പെടുന്നു. ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കിയാൽ ഭൂമിക്ക് പിമ്പിൾസ് വന്ന പോലെയാണ് തോന്നുന്നത്. അയ്യോ അമ്മേ! കാട്ടിക്കൂട്ടുന്നത് മൂഷിക് മഹേന്ദ്രകുമാറാണ്. അത് എലിക്കുട്ടാ, നീ എന്തിനാ ഇവിടെ മൊത്തം ഇങ്ങനെ കുഴിച്ചിടുന്നത്? ആരെങ്കിലും കുഴി മണ്ണിട്ട് മൂടുന്നുണ്ടോ നോക്കാൻ വന്നതാ ഞാൻ. ആ മൂഷിക്ക് ഒരുപാട് കുഴികൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന കുഴികൾ അവൻ മണ്ണിട്ട് മൂടുന്നുമുണ്ട്. ടിവിയിൽ പറയുന്ന മൂഷിക്കുമാറാണ് കുഴി ഉണ്ടാക്കുന്നതെന്ന്. എന്നാൽ എലിക്കുട്ടൻ പറയുന്നത് മൂഷിക്കുമാറാണ് എല്ലാ കുഴി മണ്ണിട്ട് മൂടുന്നതെന്ന്. ആകെ കൂടി മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയല്ലോ. ഐഡിയ, ഞാൻ ഇൻസ്പെക്ടർ പാണ്ഡയെ വിളിക്കാം. പാണ്ഡ സാറേ, ആ മൂഷിക്കിന്റെ കുഴി കാരണം എല്ലാവരും കഷ്ടത്തിലാ. ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. ഇവിടെ ഞാൻ തന്നെ ഒരു കുഴിയിൽ വീണ് കിടക്കാണ്. രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ട് പോലുമില്ല. നെറ്റ്വർക്ക് പോലും കിട്ടുന്നില്ല. ബൈ ബൈ. നമുക്ക് ഏതായാലും ഒന്ന് പുറത്തിറങ്ങി നോക്കിയാലോ? അപ്പൊ അറിയല്ലേ പുറത്തെ അവസ്ഥ എന്താണെന്ന്. ഫോട്ടോ എടുക്കാം, വേഗം വാ. എന്നോട് മര്യാദക്ക് നിൽക്കാനോ പറഞ്ഞോ? നിൽക്കണവിടെ. എങ്ങോട്ടാ ഓടുന്ന? നിൽക്കാൻ. നീ അങ്ങനെയൊക്കെ രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. കിട്ടിയല്ലോ മറുപടി. അതെ അനിയ, നിന്റെ ഈ ടാങ്കർ നീ തിരിച്ചു കൊണ്ടുപോയിക്കോ. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഇവിടെ തന്നെ ഉണ്ട്. എന്റെ കുഞ്ഞമ്മയുടെ മകൻ ഇന്നലെ പാലിന് പകരം തൈരാണ് കുടിച്ചത്. ഇതാരാണാവോ ഈ നഗരം മുഴുവൻ ഇത്രയും കുഴി കുഴിച്ചത്? എടാ മൂഷിക്കെ, നീ എല്ലായിടത്തും കുഴിക്കുന്ന എന്തിനാ? അയ്യോ, എന്നെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളെ ഇതൊക്കെ ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ. എങ്ങനാ ചെയ്യാതിരിക്കുന്ന? എന്റെ അപ്പൂപ്പൻ ഇവിടെ ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്തിരുന്നു. കുഴിച്ച് എല്ലാ കിഴങ്ങും ഞാൻ തന്നെ എടുക്കും. കൂട്ടുകാരെ, ഈ മൂഷിക്കുമാർ കിഴങ്ങ് അന്വേഷിക്കുന്നത് വഴി ഈ നഗരം മുഴുവനും കുളം തോണ്ടും. വേഗം പിടിക്കാവനെ. ഇപ്പൊ തന്നെ പിടിക്കാം. ആഹാ, അവനെ കിട്ടിപ്പോയി. വേറെ എവിടെയെങ്കിലും നോക്കാം. ദാ കണ്ടില്ലേ, അവസാനം എന്റെ കയ്യിൽ തന്നെ അവനെ കിട്ടി.
എന്നോട് കോമ്പറ്റീഷനോ? എടേ എലിക്കുട്ട, നീ എങ്ങോട്ടേ നുഴഞ്ഞു പോകുന്നേ? അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോൾ കുടുങ്ങും. ഇവനെ ഇന്ന് ഞാൻ ശരിയാക്കും. ദാ അവിടെയുണ്ട് മൂഷിക്. എനിക്ക് ആ മൂഷിക് കുമാറിന്റെ വാലിൽ പിടികിട്ടി. അയ്യോ, ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ല. പിടിച്ചവനെ. സോറി. സോറി. അത് അവൻ അവിടെയുണ്ട്. എന്നെ കൊണ്ട് ഈസി ആയിട്ട് സ്മെൽ ചെയ്യാൻ കഴിയും. ഐഡിയ. ചേട്ടൻ എന്ത് ജോലിയാ ചെയ്യുന്നേ? വാങ്ങിയ കടം തിരിച്ചടയ്ക്കാൻ കർഷകർക്ക് പണമില്ല. ഇങ്ങനെ പോയാൽ ആ മൂഷികനെ പിടിക്കാനും കഴിയില്ല. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ഐഡിയ കുട്ടാ. അയ്യോ ഇല്ല, കുട്ട കൊണ്ടൊന്നും മൂഷിക്കിനെ പിടിക്കാൻ പറ്റില്ല. എടാ, ഞാൻ എലിക്കൂട്ടിനോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. നീ കാരണം ഞാൻ പറയാൻ വന്നത് മറന്നുപോയി. ഇതിനും മാത്രം കുഴികളോ? നമ്മൾ ഇത്ര പെട്ടെന്ന് ചന്ദ്രനിലെത്തിയോ? സാർ, താങ്കൾ ഈ കുഴിയിൽ എങ്ങനെയാണ് വീണത്? ഇങ്ങനെയാ വീണത്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഒരിക്കലും ഇവരെ ഒറ്റയ്ക്ക് പിടിക്കാൻ പറ്റില്ല. നമ്മൾ ഒരുമിച്ച് ശ്രമിക്കണം. ഐഡിയ. എലിക്കുട്ട, നീ മണ്ണിനടിയിൽ കൂടെ അവനെ ഒന്ന് ഫോളോ ചെയ്യും. അപ്പൊ നിങ്ങൾ പോകുന്ന വഴി ഞങ്ങൾ ഫോളോ ചെയ്യാം. താഴെ വെച്ച് നീ അവനെ പിടിക്കണം. മുകളിൽ വന്നാൽ ഉടൻ ഞങ്ങൾ പിടിച്ചോളാം. ഓക്കേ. ആഹാ, നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടാകും എന്നെ നിങ്ങൾ പിടിച്ചു കെട്ടിയെന്നും ഞാൻ പേടിച്ചു പോയെന്നും. എങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് വളരെ ശരിയാണ്. നിങ്ങളിൽ ആരെങ്കിലും എന്നെ എന്തെങ്കിലും ചെയ്താൽ അമ്മച്ചിയാണ് ഞാൻ കാല് പിടിച്ചു പിന്നെ കരയൂ. എനിക്ക് നിങ്ങൾ എല്ലാവരും മാപ്പ് തരണം. ഈ മൂഷിക്ക് അത്ര പ്രശ്നക്കാരനൊന്നും അല്ല. അവന് ഉരുളക്കിഴങ്ങാണ് വേണ്ടത്. നമുക്കൊരു പണി ചെയ്താലോ? നിന്റെ അപ്പൂപ്പന്റെ ഉരുളക്കിഴങ്ങല്ല ഞങ്ങൾ ഈ മാർക്കറ്റിലാണ് കൊടുത്തത്. ഇവിടെയുള്ള ഉരുളക്കിഴങ്ങെല്ലാം നിനക്ക് ഞങ്ങൾ വാങ്ങിച്ചു തരാം. എനിക്ക് സന്തോഷമായി. താങ്ക്സ്.